അഭയാർത്ഥി ക്യാമ്പിൽ പോയ സമയത്ത് അവിടെയുള്ള രംഗങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പച്ച പിടിച്ച് കിടപ്പുണ്ട്. സ്വന്തം മക്കൾ കൊല ചെയ്യപ്പെടുന്നത് നോക്കിക്കണ്ട ഒരു ഹതഭാഗിയായ ഉമ്മ, പേരക്കിടാങ്ങൾ ബലാത്സംഗം ചെയ്യുന്നത് കണ്ട ആ ഉമ്മ ഞങ്ങൾ ഏതാനും മാധ്യമ പ്രവർത്തകർ അവിടെ എത്തിയപ്പോൾ എൻ്റെ കൈ കയറി പിടിച്ചു. ചുക്കിച്ചുളിഞ്ഞ പ്രായാധിക്യം കൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ടുള്ള ഉമ്മ ചോദിച്ചു, മോനെ എവിടെ നിന്നാണ് മോൻ വരുന്നത്? ഞാൻ പറഞ്ഞു, ഉമ്മ ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്. ആ ഉമ്മയുടെ മുഖത്തൊരു പ്രകാശം വിരിഞ്ഞു. ആ ഉമ്മ പറഞ്ഞു, മോനെ ഞങ്ങളെ പോലുള്ളവർക്ക് സ്വസ്ഥമായി സമാധാനമായി സുരക്ഷിതമായി കഴിയാൻ പറ്റുന്ന ഏക ഇടം ഇന്ത്യയിലെ കേരളമാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന്. ആ ഉമ്മയുടെ വിലാപം ഇപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുന്നു. അതിനുശേഷം ഉത്തരേന്ത്യയുടെ ഭൂമി വർഗീയതയുടെ രഥമുരുണ്ട് വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ, രാത്രിയുടെ നിയാമങ്ങളിൽ ബുൾഡോസറുകൾ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾക്ക് നേരെ ഉരുണ്ടപ്പോൾ, ഏവരും പറയുന്ന ഒരു കാര്യമുണ്ട്: ന്യൂനപക്ഷങ്ങൾക്ക്, പിന്നോക്കക്കാർക്ക്, ദളിതർക്ക്, ഏത് മതവിഭാഗത്തിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും സാഹോദര്യത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക പ്രതലം എന്ന് പറയുന്നത് ഇത് കേരളത്തിൻ്റെതാണ്. ഈ കേരളം മതനിരപേക്ഷ കക്ഷികൾക്ക് മുൻതൂക്കമുള്ള രാഷ്ട്രീയമായതിന്റെ കാരണം കേരളത്തിന്റെ സാഹോദര്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷമെന്ന പടച്ചട്ടയാണെന്നുള്ള ഒരു ബോധ്യത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയം മുമ്പോട്ട്